കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാർത്തോമ നസ്രാണി സഭയിലെ, ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നിന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന മാർത്തോമ നസ്രാണി സംഘയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷപൂർവമായ ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളുടെ സമക്ഷം അതിൻ്റെ ചില സങ്കീർണതകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും മാത്രമാണ്. ആരാധനാക്രമമായിട്ട് യാതൊന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വിമത വിഘടനവാദികളായിട്ടുള്ള വൈദികരും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും നടത്തിയ സമരാഭാസം നിങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വളരെ ആശങ്കാജനകമാണെന്ന് കണ്ട് അക്കാര്യം മാത്രം പൊതുജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു സാമുദായിക പ്രശ്നമാണ്, ആരാധന സംബന്ധമായ ഒരു സമുദായം നേരിടുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യത്തെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് വികസിപ്പിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നുണ്ട്. അതിനെ അടിയുറപ്പിക്കുന്ന തരത്തിലുള്ള വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഞങ്ങൾ വാർത്താമാധ്യമങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ സംവിധാനത്തിൻ്റെ നെടുന്തൂണാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ആ പത്രപ്രവർത്തനം സത്യസന്ധമായി നടപ്പാക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നവരാരാണെങ്കിലും അത് ജനാധിപത്യ സംവിധാനത്തിന് വെല്ലുവിളിയുയർത്തുന്ന ശക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി, ഞങ്ങൾ പറയുന്നത് സത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വിളമ്പിയാൽ മതി. ഇത് ഫാസിസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും, ഫാസിസത്തിലേക്കുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് തെല്ലും ബഹുമാനമില്ല. അവിടെ നമ്മളുടെ പ്രതിനിധികളല്ലേ, മാധ്യമ പ്രവർത്തകരുടെ പ്രതിനിധികളല്ലേ ചിലർ കയ്യേറ്റത്തിന് വിധേയരായത്? അവരുടെ കയ്യിലുള്ള മൈക്കല്ലേ അവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ എന്ത് തരത്തിലുള്ള വികൃതമായ മനസ്ഥിതിയുടെ ഉടമകളാണ് ഇവരെന്ന് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് ചെറുക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്. രണ്ടാമത്തെ കാര്യം അതിലും ഗുരുതരമായതാണ്. അത് വേറൊന്നുമല്ല, ഇവിടെ ക്രമസമാധാനം പാലിക്കപ്പെടണം എന്നുള്ളത്, ഈ രാജ്യത്തെ നിയമപരമായ വാഴ്ച നിലനിൽക്കണമെന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാവണം. അത് വർണ്ണ വർഗ ജാതി മത വ്യത്യാസമില്ലാതെ സമതയോടുകൂടി നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ക്രമസമാധാനം പാലിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥനോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ പിന്നിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്താ അത്? നീ ഏത് ജാതിക്കാരനാണ്? ഞങ്ങളുടെ ഈ മതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ നിനക്കെന്ത് അർഹത? മതപ്പോലീസാണോ നമുക്ക് വേണ്ടത്? ആ രീതിയിലാണോ ഈ രാജ്യം അധപ്പതിപ്പിക്കപ്പെടേണ്ടത്? ഈ ചോദ്യങ്ങൾ സമൂഹത്തിലുണ്ടാവണം. ഇവർക്ക് നേരെ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരണം. അവിടം കൊണ്ടും തീർന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് കൈമാറാം. അവിടം കൊണ്ടും തീർന്നില്ല. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു പോലീസുകാരൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരിക, ഇവിടെ ക്രമസമാധാന നില പാലിക്കാനായിട്ട് കയ്യേറ്റം ചെയ്തവരെ ആ സ്ഥലത്ത് നിന്ന് പുറത്ത് സമാധാനപൂർവ്വമായിട്ട് വിടുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോൾ ഒരു പോലീസുകാരൻ്റെ വാരിയെല്ല് അടിച്ച് ഓടിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരു പോലീസുകാരനെ മർദ്ദിക്കാനായിട്ട് എന്തവകാശമാണ് ഇവിടെ ആർക്ക് കൊടുത്തിട്ടുള്ളത്? അയാൾ വൈദികനായിരിക്കാം. വൈദികനാകുമ്പോൾ വൈദികൻ്റെ അന്തസ്സിനനുസരിച്ചുള്ള രീതിയിൽ പ്രവർത്തിക്കണം. ഒരാളുടെ പദവിക്കനുസരിച്ച് അയാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കൂടുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതാണ് അടുത്ത കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക പദവികൾ, അതിനെ നമ്മൾ ബഹുമാനിക്കുന്ന രാഷ്ട്രീയം നോക്കിയല്ല. മുഖ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല അവരുടെ ഔദ്യോഗിക പദവിയെ നമ്മൾ മാനിക്കുന്നത്. അദ്ദേഹം എൻ്റെയും നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ പിണറായിയുടെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമെന്താ? അതിൻ്റെ അർത്ഥം മതത്തെയും
രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താനുള്ള വിഷലിപ്തമായ ചിന്തകളാണ് ഇവരുടെ മനസ്സിലുള്ളത്. ഇവരുടെ ആദർശത്തിൻ്റെ പുറത്തൊന്നുമല്ല. ചില നേരത്ത് അവർ കോൺഗ്രസ് ആകും, അവർക്ക് സൗകര്യമുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകും, അവർക്ക് സൗകര്യമുള്ളപ്പോൾ BJP ആവും. ഇത്തരക്കാരെ സൂക്ഷിക്കുക. ഇവരെയാണ് അവസരവാദികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. ഇവരെ ഒരു കൈപ്പാടകലം നിർത്തുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അത് പൊതുസമൂഹത്തോടല്ല. ഇത്രമാത്രം കുത്തഴിഞ്ഞ രീതിയിൽ, അക്രമാസക്തമായ രീതിയിൽ പ്രവർത്തിച്ച് ഈ വൈദികരെ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന നമ്മുടെ സഭാപിതാക്കന്മാരുണ്ട്. അവരെ ഇവിടെ വന്യജീവി ആക്രമണം വരുമ്പം, പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു കഴിയുമ്പം അതിനെതിരെ വിലാപം പുറപ്പെടുവിക്കും. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പം അവിടെ കരച്ചിലുമായിട്ട് ചെല്ലും. അതൊക്കെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്നതാണ്. അത് വന്യജീവികൾ അതുങ്ങൾ ബോധത്തോടു കൂടി ചെയ്യുന്നതല്ല. ഇവിടെ ചില ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ മനുഷ്യരെ അതും കർത്തവ്യ നിർവഹണത്തിനിടയിൽ മർദ്ദിക്കുമ്പോൾ അവർക്കെതിരെ നിങ്ങളുടെ ഈ വിലാപവും നിങ്ങളുടെ പ്രതിഷേധവും ഉണ്ടാകുന്നില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വൈദികരെ മാതൃകാപരമായി ശിക്ഷിക്കണം. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഞങ്ങൾ ഇത്തരം വൈദികരെ വെച്ചു പുലർത്തിയത് ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് ഈ പറയുന്ന സമൂഹത്തോട്, കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജനറൽ സെക്രട്ടറി സേവ്യർ ചേട്ടൻ സംസാരിച്ചതിനോട് കൂട്ടിച്ചേർത്ത് വളരെ പ്രധാനപ്പെട്ട 2-3 വസ്തുതകൾ. കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഈ വർത്തമാന സാഹചര്യത്തിൽ ഒട്ടും ഉചിതമല്ല. പോലീസുകാർ ആക്രമിക്കപ്പെട്ടു വൈദികരാൽ. ചർച്ച ചെയ്യണം. വൈദികരാൽ ഏതെങ്കിലും നമ്മൾ സമൂഹത്തിൽ കാണുന്ന ക്രിമിനലുകളോ ഗുണ്ടകളോ ഒന്നുമല്ല. അനുദിനം അൾത്താരകളിൽ കർത്താവിൻ്റെ തിരുശരീരം വാഴ്ത്തി കുർബാന ചൊല്ലുന്ന ഒരു പറ്റം വൈദികരാണ് പോലീസ് ഓഫീസർമാരെ അടിച്ചൊതുക്കുന്ന രീതിയിലേക്ക്. സെവറേട്ടൻ പറഞ്ഞു, പോലീസ് ഓഫീസറെ കണ്ടപ്പോൾ വാരിയലിനെ അടിക്കുകയാണ് ചെയ്തത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്ഷമയോടുകൂടി അതും പോലീസ് ഓഫീസർമാർ പ്രവർത്തിച്ചപ്പോൾ യാതൊരുവിധ ക്ഷമയില്ലാതെ അതിക്രൂരമായി ഉള്ള അക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരമനയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സഭാ നേതൃത്വത്തിൻ്റെ സൈഡിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വൈദികരും വലിയ ആളുകളൊക്കെ, വൈദികർക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ, ഞങ്ങൾ പ്രതീക്ഷിച്ചു കേരള സമൂഹത്തിലെ നിയമപാലകരെ ആക്രമിച്ചപ്പോൾ ആരെങ്കിലും ഒരു ക്ഷമയുടെ വാക്ക്, മാപ്പ് ചോദിച്ചുകൊണ്ട്, ക്രൈസ്തവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട്, വൈദികർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് പോലീസ് ഓഫീസർമാരോടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോടും നീതി നടപ്പാക്കിയവരോടും, പ്രത്യേകിച്ച് സത്യം അതിൻ്റെ നേർക്കാഴ്ചയിൽ ലോക സമൂഹത്തെ അറിയിക്കുന്ന പ്രിയ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും ഒരു ക്ഷമയുടെ വാക്ക് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളുകൾക്ക് പോലും അങ്ങനെയൊരു ക്ഷമയുടെ വാക്ക് പറയാൻ നാവ് പൊങ്ങിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോലീസ് ഓഫീസറെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കുകയും ഒരു ക്രൈസ്തവ വിശ്വാസികളെന്ന രീതിയിൽ ഈ കേരള സമൂഹത്തിനും നീതി നടപ്പാക്കിയവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഏറ്റ ഒരു മുറിവ്, അവർക്ക് വേണ്ടി നിങ്ങളോട് മാപ്പ് ഞങ്ങൾ പറയുകയാണ്, ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ്. അത് ഞങ്ങളുടെ കടമയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർ, അർഹതപ്പെട്ടവർ അത് ചെയ്യുമെന്ന് വിചാരിച്ചു ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട, നീതിപാലകരോട് മാപ്പ് ചോദിക്കേണ്ട ഒരു അവകാശം ഞങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ, ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവ് അത്രമാത്രം വലുതാണ്. ഇന്നൊരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. പലപ്പോഴും മാർത്തോമാ നസ്രാണി സംഘം കുർബാന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്മാരുടെ പ്രശ്നം ആത്മീയമല്ല, അത് ഭൗതികമാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ വാക്ക് പറയാൻ കാരണമുണ്ട്. കാരണം ഇവരുടെ പ്രശ്നം ആത്മീയമല്ല, ഭൗതികമായതുകൊണ്ട് തന്നെയാണ് ഒരു അരമന പിടിച്ചടക്കി, അതും മറ്റൊരു സ്ഥാപനത്തിൻ്റെ അകത്തുകൂടി കയറി അതിക്രമിച്ച് അരമനയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെ, ജോലിക്കാരെ വരെ
ഉപദ്രവിക്കുകയും മാനസികവും ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയും പൂട്ടിയിടുകയും അവിടെ നിന്ന് പല ഡോക്യുമെൻറ്റുകൾ മോഷ്ടിക്കുകയും അവിടെയുള്ള ആളുകളെ അതിശക്തമായ രീതിയിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് 2-3 ദിവസം അക്രമം അതിശക്തമായിട്ട് വർദ്ധിച്ചപ്പോഴാണ് പോലീസ് അവരെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ പ്രകടമാണ്, ഇവരുടെ പ്രശ്നം ഭൗതികമാണ്. കേരള മാധ്യമ സമൂഹം അത് നല്ല രീതിയിൽ നമ്മുടെ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് മുഖ്യധാരയിലേക്ക് ആ ഒരു പ്രശ്നം എത്തിക്കണം. കാരണം ആത്മീയമായിരുന്നെങ്കിൽ ആത്മീയമായ ഒരു വൈദികർക്കും ഈ കഴിഞ്ഞ ദിവസം അരമനയിൽ അരങ്ങേറിയ പ്രവൃത്തികൾ ഒരു ആത്മീയ മേലാളന്മാർക്ക്, ആത്മീയ വൈദിക സമൂഹത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ ഉറക്കെ പറയേണ്ടത് മാധ്യമങ്ങളാണ്. കാരണം നിങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന നേർക്കാഴ്ചകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നവർ. അതുകൊണ്ടത് കേരള സമൂഹം നല്ലപോലെ ചർച്ച ചെയ്യപ്പെടണം. കാരണം ഇവർ വൈദിക വൃത്തിയിൽ ഇരിക്കാൻ യോഗ്യരല്ല. അവിടെ അന്ന് അക്രമം അഴിച്ചുപെട്ട 21 വൈദികർ, അവർ വിളിച്ചു വരുത്തിയ 10-100ഓളം വൈദികർ പുറമേ നിന്നുള്ളവർ, അവർ വിശ്വാസികളെ അനുദിനം പള്ളിയിൽ നിന്ന് സ്നേഹവും സമാധാനവും ക്ഷമയും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ കത്തിയെടുക്കാനും കൊല്ലാനും തെറി വിളിക്കാനും പോലീസ്, നിങ്ങൾ എവിടെയൊക്കെ, നിങ്ങൾ എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വലിയ പ്രശ്നങ്ങളും വലിയ സംഘടനകളും നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ അവരുടെ ആളുകളൊക്കെ പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ എത്രയോ കാര്യം അതിനിടയ്ക്ക് സംഘർഷം ഉണ്ടാവും, ലാത്തി ചാർജ് ഉണ്ടാവും. ഇതിനിടെ പോലും രാഷ്ട്രീയക്കാർ പോലും പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന ഈ വൈദിക സമൂഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വലിച്ചിഴച്ച് കൊണ്ടുവരുന്ന വിശ്വാസികളെ കൊണ്ട് പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇവരെയാണോ ഈ പറയുന്ന കുർബാന വിഷയത്തിൽ ഇവരെ നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട രീതിയിലേക്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം എന്ന ഒരു അപേക്ഷ കൂടി ഈ സമയം മാർത്തോമാ നസ്രാണി സംഘം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ഒരിക്കൽ കൂടി സമവായ ചർച്ചയെക്കുറിച്ച്. അല്ല, സമവായത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനകത്ത് സമവായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ആരാധനക്രമ സംബന്ധമായ വിഷയം സമവായത്തിൻ്റെ വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല. കാരണം അത് ഒരു അല്ല സമവായ സാറേ പറയുന്നത് മനസ്സിലാക്കൂ. ഇത് ഒരു എപ്പിസ്കോപ്പൽ ചർച്ചാണ്, ഒരു ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭയിൽ. ഇപ്പം നമ്മൾക്ക് പല വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഈ രാജ്യത്ത് നിലവിലുണ്ട്. വ്യത്യസ്തമായ മതങ്ങളുടെ അവരുടെ റിച്വൽസ്, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അതത് മതങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ഗുരുവായൂർ അല്ലെങ്കിൽ പിന്നെ ശബരിമലയിൽ അവിടുത്തെ മേൽശാന്തിയും പോട്ടെ, അവിടുത്തെ എന്താ പറയുക തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്ന്. അത് വോട്ടിനിട്ടല്ല തീരുമാനിക്കുന്നത്. അത് ആ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യമാണ്. മൂല്യങ്ങൾ ഇപ്പോൾ എന്തോ ഉവ്വ അതെ ഉണ്ട്. അല്ല, അതുകൊണ്ട് ആ തെറ്റല്ലെന്ന് വരുന്നില്ല. ഞങ്ങളാരെയും വിധിക്കാൻ വേണ്ടിയല്ല ഇവിടെ മനസ്സിലാക്കൂ സഹോദരി, ഞങ്ങളാരെയും വിധിക്കാനല്ല ഇവിടെ വന്നത്. ഞങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വാസമുള്ളത് പൗരസ്ത്യ തിരുസംഘത്തെയും മാർപ്പാപ്പയും മാത്രമാണ്. അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സംഘടന റോമിനെ ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും സിറോ മലബാർ സഭയുടെ കടിഞ്ഞാണ് വത്തിക്കാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതല്ലെന്ന് പലർക്കും തോന്നുമെങ്കിലും വരും ദിവസങ്ങൾ അത് തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങൾ ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പണാധിപത്യവും അതോടൊപ്പം തന്നെ മറ്റു വർഗീയപരമായിട്ടുള്ള ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു നക്സലിസ്റ്റ് രീതിയിലേക്ക് 13 വർഷത്തെ സെമിനാരി പഠനത്തിൽ നിന്ന് ഈ വൈദികർ മാറിയിരിക്കുകയാണ്. ഒരു പുരോഹിതനിൽ നിന്ന് മറ്റു സമുദായങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് അവർ മതിൽ ചാടി വരികയും കന്യാസ്ത്രീകളെ മതിൽ ചാടാൻ പ്രേരിപ്പിക്കുകയും അത്തരത്തിലുള്ള ഒരു പൗരോഹിത്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഒരു പുരോഹിത വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവണതകളെ ഒരു കാരണവശാലും സഭയെ സ്നേഹിക്കുന്ന ആത്മായർ നോക്കിക്കൊണ്ടിരിക്കുകയില്ല. ശക്തമായ പ്രതിഷേധങ്ങൾ തുടർന്നും ഈ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ഇനിയും ഇത്തരത്തിലുള്ള സമവായങ്ങളുമായി വന്നാൽ ശക്തമായ പ്രതിഷേധം സഭയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് മാർത്തോമാ നസ്രാണി സംഘം നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറയുന്നു. MTNSൻ്റെ സെക്രട്ടറി
പ്രിയപ്പെട്ട ജോമോൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ വൈദികരെക്കുറിച്ച് വേറെ ആരുമല്ല, ക്രിമിനലുകളല്ല, ഇങ്ങനെയുള്ള കുർബാന ചൊല്ലുന്ന വൈദികരാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ തിരുത്തുകയാണ്. ഈ കാര്യങ്ങൾക്ക് നാളുകളായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുക, ഏകദേശം ഒരു 2 മാസം മുമ്പാണ് ഒരു പട്ടാള വിപ്ലവം എന്നതുപോലെ കുറേ പുരോഹിതർ വന്ന് ആ അരമന കയ്യേറുകയും അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവ് രക്ഷപ്പെട്ടു പോകുന്നൊരവസ്ഥാവിശേഷം നിങ്ങൾ കണ്ടതാണ്. 10 ദിവസത്തോളം അവർ അവിടെ തമ്പടിക്കുകയും അവസാനം പുത്തൂർ പിതാവ് റോമിൻ്റെ നിർദ്ദേശത്തിൻ്റെ പ്രകാരം ശക്തമായ നടപടികളും പോലീസ് ഇടപെടലുകളും ഉണ്ടായതോടുകൂടി ഇവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവർക്കെതിരെ ശക്തമായ ചില തീരുമാനങ്ങളും അവിടെ പോലീസ് കാവലുകൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അത് ആദ്യത്തെ സംഭവമല്ല, അതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അവിടെ കിടന്നുകൊണ്ട് രാത്രിയും പകലും ഉപവാസങ്ങളും പ്രാർത്ഥനകളെന്നൊക്കെ പറഞ്ഞ് പിടിച്ചടക്കുന്ന അവസ്ഥയുണ്ടായി. അരമന എന്ന് വിളിക്കുന്ന സാധനം ഒരു ഭരണസ്ഥിരാ കേന്ദ്രമാണ്, ഒരു സമുദായത്തിൻ്റെ മതപരമായ ഭരണസ്ഥിരാ കേന്ദ്രമാണ്. അവിടെ അച്ഛന്മാരുടെ കുടുംബവും വീടുമൊന്നുമല്ല. അത് കളക്ട്രേറ്റ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയുമാണ്. എനിക്ക് പോയി കളക്ട്രേറ്റിൽ കിടക്കാൻ കഴിയുമോ? ഇല്ല. ഓരോ അച്ഛന്മാർക്കും ഓരോരോ പള്ളികൾ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അവർ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് പോലീസുകാരെ പേടിപ്പിക്കുവാനായിട്ട് അരമന കയ്യേറാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അരമന എന്ന് വിളിക്കുന്ന വസ്തുവകകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നാട്ടിലെ അൽമായരുടെ സ്വത്ത് കൊണ്ടാണ്. അച്ഛന്മാരാരും പണം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മതപരമായ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കപ്പെടണം എന്നുള്ളതിന് സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് താമസിക്കുവാനുമാണ്. അതുകൊണ്ട് അരമന കയ്യേറുന്നവരെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. അതല്ലാതെ ഞങ്ങൾ ഇവരെയൊന്നും മറ്റു തെരുവിൽ നേരിടുന്ന സ്വഭാവമല്ല ഞങ്ങളുടേത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവരുടെ ലക്ഷ്യം ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തമായിട്ട് എന്താ പറയുക, തീവ്ര സ്വഭാവമുള്ളൊരു രീതികളിലേക്ക് അവർ വന്നിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. വേറെ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കട്ടെ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സമുദായം മാർത്തോമ നസ്രാണി സമുദായം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ കാത്തോലിക്ക സുറിയാനികൾ എന്നൊക്കെ വിളിക്കുന്നു, അത് പിന്നീട് വന്ന പേരാണ്. നമ്മൾ ഓർക്കുക, ഇവിടുത്തെ സമുദായ നേതാക്കന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന നേതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുക. അവർക്ക് മുൻപ് ഈ സമുദായം സ്കൂളുകൾ സ്ഥാപിക്കുകയും അവിടെ ഉച്ചഭക്ഷണം വരെ കൊടുത്ത് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സമുദായം ഇവിടെ നവോത്ഥാനം ഉണ്ടാവുകയും എല്ലാ സമുദായത്തെയും സഹോദര രൂപേണ കണ്ടിട്ടുള്ള, ഒരിക്കലും ഒരു സമുദായ സ്പർദ്ധ ഉണ്ടാക്കാത്ത ഒരു സമൂഹമാണ്. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കിക്കോളൂ, ഉണ്ടാക്കിയിട്ടില്ല. 2000 വർഷമായിട്ട് ഈ സമൂഹം അങ്ങേയറ്റം അടുത്ത ഹൃദയബന്ധത്തോടുകൂടിയാണ് ഇവിടുത്തെ ഓരോ ഹൈന്ദവ സമുദായത്തിലുള്ള വിവിധ ജാതികളായിക്കൊള്ളട്ടെ, മുസ്ലിം സഹോദരന്മാരായിക്കൊള്ളട്ടെ, അങ്ങനെയാണ് വർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സമുദായം ഇങ്ങനെ വരുമ്പോൾ ഈ സമുദായത്തിലുള്ള വളരെ ന്യൂനപക്ഷമുള്ള കുറച്ചു പേര് വന്നുകൊണ്ട്, നമ്മൾ ഓർക്കുക, ACPയോട് സംസാരിച്ച് ഒരു പ്രകാശം എന്ന് വിളിക്കുന്ന ഹൃദയത്തിലുള്ള ആത്മാവിനും പ്രകാശമില്ലാത്ത ഒരുത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, എങ്കിലും എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ, സമാധാനം ഇരിക്കൂ എന്ന് ACP പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കെന്ന് അറിയാമോ? നിങ്ങൾ സമാധാനമായിട്ട് ഞാൻ പറയാനായിട്ട് സമാധാനം ആശംസിക്കാൻ നിങ്ങൾ കത്തോലിക്ക പുരോഹിതനാണോ എന്നാണ് അവൻ്റെ സംഭാഷണം. എന്താണ്, ഈ രാജ്യത്ത് കത്തോലിക്ക പുരോഹിതന് മാത്രമാണ് സമാധാനം ആശംസിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തെ ഈ കേരള സംസ്ഥാനത്തെ എല്ലാ മതവിശ്വാസികളും സമാധാനത്തെ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് സമാധാനമെന്നാണ് യേശു പറഞ്ഞത്. യേശു ഇവൻ്റെ മാത്രമല്ല, കത്തോലിക്കരുടെ മാത്രമല്ല, യേശു ഈ ലോകത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അവിടെ സമാധാനം ആശംസിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഉദ്ദേശം നിങ്ങൾ ഹിന്ദുവാണ് എന്ന് പറയുന്നു. ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കടമ ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. കേരളത്തിൽ ഞങ്ങളുടെ സമുദായത്തിലെ ഒരു ന്യൂനപക്ഷം വരുന്ന ഒരു ചെറിയ സംഘം അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ ബിന്ദ്രൻവാലുകൾ വളർന്നു വരികയാണ്. വളരെ സൂക്ഷിക്കേണ്ട കടമയിലേക്കാണ് ഞാൻ ഉന്നയിക്കുന്നത്. സർക്കാരിനോടും മാധ്യമപ്രവർത്തകരോടും സമൂഹത്തോടും ഞാൻ പറയുകയാണ്, അവർ സമുദായത്തെ ധിക്കരിച്ചുകൊണ്ട്, സമുദായത്തിൻ്റെ അധ്യക്ഷന്മാരെ ധിക്കരിച്ചുകൊണ്ട്, പുറത്തേക്ക് വർഗീയ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട്, സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കുറുമുന്നണിയായിട്ടും തീവ്രവാദികളായ ബിന്ദ്രൻവാലയുടെ രൂപത്തിലേക്ക് വളർന്നു വരികയാണെന്ന് ഞാനിവിടെ അടിവരയിട്ട് പറയുന്നു. ശക്തമായിട്ട് ആ കാര്യത്തിൽ സൂക്ഷിച്ച് നമ്മൾ അവയെ നേരിട്ടില്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ വർഗീയ ലഹളവും ദോഷങ്ങളും ഉണ്ടാവും. അതിനാൽ ഈ കാര്യത്തിൽ തരത്തിലുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തെ നിങ്ങൾ ദയവായിട്ട് അവരിൽ കാണരുത്. ഓരോ പള്ളികളിലും ഉള്ള, ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, 10-12 പേരാണ് ഈ പള്ളികളിലൊക്കെ ഇവർക്കൊപ്പം ഉള്ളത്. അവർക്കൊപ്പം നിന്നുകൊണ്ട് കാണിക്കുന്ന വിക്രികളിൽ കുറേ അൽമായർ, 1-2 അൽമായർ പ്രത്യേകം പേരെടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കണം. ഞങ്ങളുടെ മതത്തിൽ, ഞങ്ങളുടെ സമുദായത്തിൽ ഒരു ഗ്രൂപ്പ് കുറേ നാളുകളായിട്ട് നടത്തുന്ന തിന്മയിലെ
പ്രതിരോധിക്കുവാൻ സഭയ്ക്കകത്ത് ശക്തിയില്ലാത്തത് കൊണ്ട് അവർ പുറത്തേക്കും മറ്റ് സമുദായങ്ങളിലേക്കും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള വർഗീയ വിദ്വേഷത്തിനെ വിത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവരെ വ്യക്തമായിട്ട് നമ്മൾ കെട്ടിച്ചില്ലെങ്കിൽ, അവരുടെ കൈകൾ കെട്ടിയില്ലെങ്കിൽ ഇവിടെ ഭിന്ദ്രൻവാലയ്ക്ക് സമാനമായ ചില മത നേതാക്കൾ ഉയർന്നു വരും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.